ലയണൽ മെസ്സിയുടെ വരവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ കേരളത്തിൽ കത്തിത്തുടങ്ങിയിട്ട് കുറച്ചായി. എപ്പോഴത് തീരുമെന്ന് ഒരു നിശ്ചയവുമില്ല. കേരളത്തിൽ വാഗ്വാദങ്ങൾക്ക് ചൂടുപിടിക്കുമ്പോൾ പ്രവാസികൾക്ക് ചുമ്മാ ഗാലറിയിലിരുന്ന് അത് കണ്ടാൽ മതിയോ? മെസ്സിയെ നേരിട്ട് കണ്ട ഖത്തർ പ്രവാസികൾക്കുമുണ്ട് ഇതേക്കുറിച്ച് ഒരുപാട് പറയാൻ. ദോഹയിൽ നിന്ന് അബ്ബാസ് മുഹമ്മദ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. അല്ലെൻ്റെ മെസ്സി, ഇതിപ്പോൾ എന്ത് കളിയാണ്? കേരളത്തിക്ക് വരുന്നില്ലേ? കേരളത്തിൽ നടക്കുന്ന പൊല്ലാപ്പു അല്ലൂജ അറിയുന്നുണ്ടോ? ദോഹയിലെ അർജന്റീന നൈബർഹുഡിലാണ് ഇപ്പോൾ ഉള്ളത്. കേരളത്തിൽ മെസ്സിയുമായി ബന്ധപ്പെട്ട വലിയ വിവാദം നടക്കുകയാണ്. കേരളത്തിലേക്ക് വരില്ല എന്നുള്ള കാര്യത്തിൽ നമ്മോട് കൂടെ ഖത്തറിൽ നിന്നുള്ള അർജന്റീന ഫാൻസ് ഉള്ള ഒരുപാട് ആളുകൾ നമ്മോട് കൂടെ ചേരുന്നുണ്ട്. ഇവരുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, സാധാരണ നമ്മുടെ നാട്ടിലുള്ള മെസ്സി ആരാധകരെ പോലെയല്ല, ഇവർ മെസ്സിയെ നേരിട്ട് കണ്ടവരാണ്, മെസ്സിയുടെ കളി കണ്ടവരാണ്. അവർക്ക് ഇക്കാര്യത്തെക്കുറിച്ച് ഒരുപാട് പറയാനുണ്ട്. അല്ല, എന്താ മെസ്സി വരുമോ? മെസ്സി വരണം തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം. അർജന്റീനയെ സംബന്ധിച്ചിടത്തോളം ലോകത്തിലെ അർജന്റീന ആരാധകർ, എസ്പെഷ്യലി മെസ്സി ആരാധകരിൽ കൂടുതലുള്ളത് ഇന്ത്യയിലാണ്. ഇതിൽ പ്രത്യേകിച്ചു കേരളത്തിൽ നിന്ന് വരുന്നതാണ്. അപ്പോൾ കേരളത്തിൽ വരണം തന്നെയാണ് അർജന്റീന ഫാൻസ്. ഖത്തറിൽ ഇവിടെ മെസ്സിയെ നേരിട്ട് കണ്ട ഞങ്ങളുടെ ആഗ്രഹം മെസ്സി കേരളത്തിൽ വരണം, അതിൻ്റെ ഒരു ഭാഗമാകണം എന്നുള്ളൊരാഗ്രഹം ഞങ്ങൾക്കുണ്ട്. അല്ല, നമ്മൾ ആഗ്രഹം ഉണ്ടെന്നുള്ളത് ശരിയാണ്. ഇത് നടക്കുമോ? നടക്കണ്ടേ? കേരളത്തിലെ ഒരുപാട് ആരാധകരുണ്ട്. അർജന്റീന ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ഒരു രാജ്യമാണ്. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളിവിടെ മെസ്സിയുടെ കളികൾ കണ്ടതാണ്. എന്നാൽ കേരളത്തിലെ ആളുകൾ ഇതുവരെ മെസ്സിയെ ഡയറക്റ്റ്ലി എല്ലാവരും ഇല്ല, കുറേ ആളുകൾ കണ്ടു, കുറേ ആളുകൾ കാണാത്തവരുണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം കാണണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായവും. മെസ്സി വരുന്നുണ്ട് പറഞ്ഞപ്പോൾ നമുക്ക് എല്ലാവർക്കും സന്തോഷമായിരുന്നു. നമ്മളും വിചാരിച്ച് നമുക്കും പോകണം, പാർട്ടിസിപ്പേറ്റ് ചെയ്യണം, കേരളത്തിൽ പോകണം, ആ സമയത്ത് ലീവ് അതിനനുസരിച്ച് ആക്കണം എന്നൊക്കെ തന്നെ അതിന് ആഗ്രഹം. പക്ഷേങ്കിൽ ഇവർ പറയുന്ന ഈ സാങ്കേതിക പ്രശ്നങ്ങൾ ഒരുപാടുണ്ട്. ഇങ്ങനെ മെസ്സിയെ പോലത്തെ അർജന്റീന ടീം പോലത്തെ ആൾ ഇന്ത്യയിൽ വരുമ്പോൾ ഒരു ഇത്ര സിമ്പിളായിട്ട് ഇത് കൈകാര്യം ചെയ്യുമ്പോൾ, പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മെസ്സിയെ തൊട്ടടുത്തുനിന്ന് കണ്ടാണ്, കോർണർ എടുക്കാൻ വരുമ്പോൾ ഞങ്ങൾ തൊട്ടടുത്തുനിന്ന് കണ്ടാണ്. നമ്മളിങ്ങനെ വളണ്ടിയർ ആയതുകൊണ്ട് നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റിയിട്ടില്ല. പക്ഷേ നമ്മളൊരു വളണ്ടിയറായിട്ടും ആരാധനയായിട്ടും നമ്മൾ തൊട്ടടുത്തുണ്ടായിരുന്നു. അതിന് നമുക്ക് സന്തോഷം. ഇനിയിപ്പം കേരളത്തിലേക്ക് വരണം തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം. മെസ്സിയും കൂട്ടരും കേരളത്തിൽ വരിക എന്ന് പറഞ്ഞാൽ ഇപ്പം ഇന്നലെ മിഞ്ഞാന്നുകളൊക്കെ മീഡിയകളിലൂടെ കണ്ടത് വലിയൊരു പരിപാടിയായിട്ടാണ്. കോടിക്കണക്കിന് ആരാധകരൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട്. പക്ഷെ അത്രത്തോളൊന്നും ഒരു ടീമിനെ വെച്ച് സംഘടിപ്പിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് വിശ്വാസം. ജസ്റ്റ് ഒന്ന് വന്ന് ചെറിയൊരു സൗഹൃദ മത്സരങ്ങളൊക്കെ. പക്ഷെ അതിനും നമ്മുടെ നാട്ടിൽ സ്റ്റേഡിയങ്ങളൊന്നുമില്ല. ആദ്യം വേണ്ടത് സ്റ്റേഡിയങ്ങളാണ്. നമ്മുടെ നാട്ടിലെ ഈ ഫുട്ബോൾ കളിക്കാർക്കും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ടെക്നിക്കൽ ടീമിനൊക്കെ വേണ്ട മറ്റു സൗകര്യങ്ങളാണ് സർക്കാരും ആരാണെങ്കിലും ബന്ധപ്പെട്ടവർ ഒരുക്കേണ്ടത്. അല്ല, ഒരു കാര്യം നമുക്ക് ഉറപ്പിച്ച് പറയാം. പ്രത്യേകിച്ച് കേരളത്തിൽ മെസ്സി വരികയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും, അത് അർജന്റീന ഫാൻസ് ആവണമെന്നില്ല, മെസ്സി ഫാൻസ് മാത്രമാണെന്നില്ല, ലോകം, കേരളം ഒന്നാകെ 3.5 കോടി ജനങ്ങളടക്കം ഇതിനുവേണ്ടി എല്ലാവിധ സപ്പോർട്ടും കൊടുക്കും നമുക്ക് ഉറപ്പിച്ച് പറയാം. ഇത്രയും കാലം ഞങ്ങളൊരു ട്രോൾ ഏറ്റുവാങ്ങി വേൾഡ് കപ്പിന് ശേഷം. എന്താ വെച്ചാൽ മെസ്സി പൈസ കൊടുത്തിട്ട് ട്രോഫി വാങ്ങിയെന്നൊക്കെ. ഇപ്പൊ കേൾക്കുന്നത് മെസ്സി പൈസ വാങ്ങിയെന്നാണ്. അതിൽ ഭയങ്കര അഭിമാനം. പൈസ കൊടുക്കുന്നുണ്ട്, വാങ്ങുന്നുണ്ട് മെസ്സി. പിന്നെ അതിലൊരു ഞങ്ങളിങ്ങനെ എന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാതെ നിൽക്കുകയാണ്. ഏതായാലും മെസ്സി വരില്ല എന്നുള്ള കാര്യത്തിൽ നമുക്കിപ്പോഴും തീർച്ചയൊന്നുമില്ല. പക്ഷേ ഇവിടെ മെസ്സിയെ കണ്ട ആരാധകരും കേരളത്തിൽ മെസ്സി വരാനായി ആഗ്രഹിക്കുന്നവരാണ്, കാത്തിരിക്കുന്നവരാണ്. ദോഹയിലെ അർജന്റീന നൈബർഹുഡിൽ നിന്ന് അഷ്റഫ് ഓമശ്ശേരിക്കൊപ്പം അബ്ബാസ് മുഹമ്മദ്, മീഡിയ 1.